നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് ബസ്സിൽ വെച്ച കൈ പിൻവലിക്കാൻ മന്ത്രി ഗണേഷ് കുമാർ. സിപിഎമ്മിന്റെ തിരുത്തും. കെഎസ്ആർടിസിയുടെ കണക്കുകൾ പുറത്തായതോടെയുമാണ് മന്ത്രി പിൻവലിയുന്നത്. എന്നാൽ കെഎസ്ആർടിസി സമർപ്പിച്ച കണക്കുകൾ പരിശോധിച്ച് ഇലക്ട്രിക് ബസ്സുകളുടെ ഭാവിയിൽ തീരുമാനമെടുക്കുമെന്നാണ് ഗതാഗത മന്ത്രി ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. വലിയ പ്രതിസന്ധിയിലാണ് കെഎസ്ആർടിസി. വരവും ചിലവും തമ്മിൽ ചേരുന്നില്ല. ഇതുകൊണ്ടാണ് കൃത്യസമയത്ത് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്തത്. ചെറിയ ചെലവുകൾ പോലും നിയന്ത്രിക്കേണ്ട അവസ്ഥ. അതിന് തുടക്കമിടുകയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വൈദ്യുതി ബസ്സുകളുടെ വിവാദം ഒരു വശത്ത് നിൽക്കുമ്പോഴും ആനവണ്ടിയെ കരകയറ്റാനാകുമോ എന്ന പരീക്ഷണ ശ്രമത്തിലാണ് മന്ത്രി. അനാവശ്യ ചെലവുകൾ പരമാവധി കുറയ്ക്കും. അങ്ങനെ നഷ്ടം കുറയ്ക്കാനാണ് ആദ്യഘട്ടത്തിലെ പദ്ധതി. അതിനായി കെഎസ്ആർടിസിയിൽ വൈദ്യുതിയുടെയും വെള്ളത്തിന്റെയും ബില്ലുകൾ കുറയ്ക്കാനാണ് നിർദ്ദേശം. ആവശ്യമില്ലാതെ ഫാനുകളും ലൈറ്റുകളും പ്രവർത്തിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ജല അതോറിറ്റിയുടെ ടാപ്പുകൾ പൂട്ടണമെന്നും ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് നിർദ്ദേശം. ബിൽ തുകയിൽ കുറവ് വരുത്തുന്ന ഡിപ്പോകൾക്ക് സമ്മാനം ലഭിക്കും. ഇതിനൊപ്പം ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കാൻ സ്മാർട്ട് സാറ്റർഡേയും നടപ്പാക്കും. ഇതോടെ കൂടുതൽ യാത്രക്കാർ ബസ് സ്റ്റേഷനുകളിലേക്ക് വരും. ബസ്സിൽ ശുചിയായ സാഹചര്യം ഉണ്ടാക്കി ശുഭയാത്രയാണ് ഗണേഷിന്റെ പദ്ധതി. എല്ലാ ശനിയാഴ്ചകളിലും ജീവനക്കാർ ഉച്ചയ്ക്ക് ശേഷം ബസ്സുകൾ വൃത്തിയാക്കണം. ഇതിന്റെ പ്രതിവാര റിപ്പോർട്ട് യൂണിറ്റ് അധികാരികൾ തയ്യാറാക്കണം. കെഎസ്ആർടിസിയിൽ അനാവശ്യ ചെലവുകൾ കുറയ്ക്കുന്നതിനൊപ്പമാണ് ഈ പരിസര ശുചീകരണവും. മുൻപുണ്ടായിരുന്ന വൈദ്യുതി ബിൽ, ജല അതോറിറ്റിയുടെ ബിൽ തുകകളിൽ കുറവ് വരുത്തുന്ന യൂണിറ്റുകൾക്ക് ഓഫീസുകൾക്കും പ്രശംസാ പത്രമടക്കം നൽകും. അനാവശ്യമായി ഫാനും ലൈറ്റും പ്രവർത്തിപ്പിക്കുന്ന ഓഫീസുകൾ കണ്ടെത്താനും സംവിധാനമുണ്ട്. ഇതിന് വിജിലൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ കെഎസ്ആർടിസി വിജിലൻസ് വിഭാഗത്തെ ചുമതലപ്പെടുത്തി. ഓഫീസിനുള്ളിലും പരിസരത്തുമുള്ള നോട്ടീസുകൾ, പഴയ അലങ്കാര വസ്തുക്കൾ, ചുമർ ചിത്രങ്ങൾ എന്നിവ നീക്കം ചെയ്യണം. ട്രേഡ് യൂണിയൻ നോട്ടീസുകൾ ഇതിൽ ഉൾപ്പെടുത്തുമോ എന്ന് സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടില്ല. ഫയലുകളും രജിസ്റ്ററുകളും അലമാരകളിൽ അടക്കി വെക്കണം. കാലഹരണപ്പെട്ട ഫയലുകൾ നശിപ്പിക്കാൻ ഫയൽ നമ്പർ സഹിതം പ്രത്യേക രജിസ്റ്ററിൽ സൂക്ഷിക്കണം. കടലാസുകളും സ്റ്റേഷനറി സാധനങ്ങളും ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും നിർദ്ദേശമുണ്ട്. ഇതിലെല്ലാ ചെലവുകൾ കുറയ്ക്കും. ചെറിയ ചെലവുകൾ പോലും താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സർക്കുലറിന്റെ പിന്നിൽ. അനാവശ്യ ചെലവുകൾ പരമാവധി നിയന്ത്രിച്ച് ആധുനീകരണം നടപ്പാക്കി പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു. ജീവനക്കാർക്കും യാത്രക്കാർക്കും കാലോചിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഗതാഗത വകുപ്പിന്റെ പ്രഥമ പരിഗണന. ഇനി സ്റ്റേ ബസ്സുകൾ അനുവദിക്കുന്നത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും താമസ സൗകര്യം പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനുകളോ നൽകുന്ന സ്ഥലങ്ങളിൽ മാത്രമാണെന്നും ജീവനക്കാരുടെ ക്ഷേമത്തിനാണ് മുൻഗണനയെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ചെലവ് ചുരുക്കൽ മാർഗനിർദ്ദേശം എത്തുന്നത്.